ബാത്തൂർ ഭഗവതി ക്ഷേത്രകഴകം ചെന്തളം പുതിയ വളപ്പ് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഏപ്രിൽ 3 മുതൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കും. വയനാട്ടുകുലവൻ തെയ്യംകെട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാത്തൂർ ഭഗവതി ക്ഷേത്രകഴകം ചെന്തളം പുതിയ വളപ്പ് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 72 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ചെന്തളം വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 72 വർഷങ്ങൾക്ക് ശേഷമാണ് തെയ്യംകെട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ആദ്യം തന്നെ നമുക്ക് നല്ല നിലയിൽ സഹകരണം നൽകിയിട്ടുണ്ട്. ഓരോ വാർത്തകളും കൊടുക്കുന്ന സമയത്ത് കൃത്യമായി വാർത്തകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ അനുബന്ധ പരിപാടികൾ എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ പച്ചക്കറി കൃഷി ഉണ്ടാക്കി, ആദ്യം നെൽകൃഷി ഉണ്ടാക്കി. ഏതാണ് 400 പറയോളം നെല്ല് കിട്ടി നമുക്ക്. പച്ചക്കറി കൃഷി 10 കിണ്ടലോളം പച്ചക്കറി കൃഷി കിട്ടി. കൂടാതെ സമൂഹ ഓലമടയിൽ നടത്തി. പിന്നെ ഒരു വാക്കുവഴി നടന്ന ഒരു പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ 3-ാം തീയതിയാണ് കലവറ നടക്കൽ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഈ പരിപാടിയുടെ നമ്മുടെ തെയ്യംകെട്ടിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് 16ഓളം പ്രാദേശിക സമിതികൾ നമ്മൾ ഇതിന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ നമ്മൾ പൊടോടക്കം ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള 5 പ്രാദേശിക സമിതി, അങ്ങനെ 21ഓളം പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിലാണ് ഈ ഘോഷയാത്ര, കലവറ ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിലേക്ക്, നമ്മുടെ സ്ഥാനത്തേക്ക് വരുന്നത്. 3 മുതൽ 5 വരെയാണ് തെയ്യംകെട്ട്. 3-ന് കലവറ നിറയ്ക്കൽ. കലവറയിലേക്ക് ആവശ്യമായി വരുന്ന കാർഷിക വിഭവങ്ങൾക്കായി പഞ്ചായത്ത് സഹകരണത്തോടെ നടത്തിയ നെൽകൃഷിയിൽ 400 പറ നെല്ല് സമാഹരിച്ചു. 500-ലധികം വനിതകൾ പങ്കെടുത്തു. വിവിധ ഇനം പച്ചക്കറി കൃഷികൾ നടത്തി. ദേവസ്ഥാനത്തെ കലവറ, ആനപ്പന്തൽ എന്നിവയ്ക്കായുള്ള ഓലമിടയൽ ജനകീയ പങ്കാളിത്തത്തോടെ പൂർത്തിയാക്കിയതായി സംഘാടക സമിതി ചെയർമാൻ കെ തമ്പാൻ നായർ കമ്പിക്കാനവും കൺവീനർ സി ചന്ദ്രനും അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കമ്പിക്കാനം തമ്പാൻ നായർ, ജനറൽ കൺവീനർ സി ചന്ദ്രൻ, താനം സെക്രട്ടറി പി സുരേഷ് കുമാർ, തറവാട് സെക്രട്ടറി കെ കുഞ്ഞമ്പു നായർ, ഭഗവതി ക്ഷേത്രകഴകം ട്രഷറർ സി രാജീവൻ, UAE കമ്മിറ്റി കൺവീനർ എം രാജൻ, താനം പ്രസിഡന്റ് പി സദാശിവൻ, സാമ്പത്തികകാര്യ കമ്മിറ്റി കൺവീനർ കെ കുഞ്ഞിക്കണ്ണൻ നായർ, ഭക്ഷണ കമ്മിറ്റി കൺവീനർ കെ ഗോപി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.